ദേശീയ നേതാക്കൾ എത്തിത്തുടങ്ങിയതോടെ മധ്യകേരളത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്തെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൃശൂരിലുണ്ട്. ഇതിനിടെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനായി വാഹന പര്യടനം തുടരുകയാണ് സ്ഥാനാർത്ഥികൾ. ആലത്തൂർ തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്തെ പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. കുന്നംകുളത്തെ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. അതേസമയം തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൃശൂരിലെത്തും. ഇരിങ്ങാലക്കുട, തൃശൂർ, ചാവക്കാട് എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും. അതേസമയം ഗുരുവായൂർ നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ചാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ പര്യടനം. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ രണ്ടാം ഘട്ട പൊതുപര്യടനത്തിന് ഇന്ന് തുടക്കമായി. കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ മേച്ചിറപ്പാട് നിന്ന് ആരംഭിച്ച വാഹന പര്യടനം CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തുറന്ന വാഹനത്തിൽ മണ്ഡല പര്യടനം നടത്തുന്ന സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ വരവേൽപ്പാണ് ലഭിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ കയ്പമംഗലം മണ്ഡലം കേന്ദ്രീകരിച്ചാണ് വോട്ടർമാരെ കാണുന്നത്. വൈപ്പിൻ നിയോജകമണ്ഡലത്തിലാണ് എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ വാഹന പര്യടനം നടത്തുന്നത്. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ കൊച്ചി നിയോജകമണ്ഡലത്തിലാണ് വോട്ടർമാരെ കാണുന്നത്. തൊടുപുഴ നിയോജകമണ്ഡലത്തിലാണ് ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പര്യടനം. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ കോട്ടയം നിയോജകമണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പുതുപ്പള്ളി മണ്ഡലത്തിലും പര്യടനം നടത്തി. ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ വോട്ടർമാരെ കാണുകയാണ്. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ ഇന്ന് പ്രചാരണ രംഗത്തില്ല. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ ചങ്ങനാശ്ശേരിയിലും UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ചെങ്ങന്നൂരിലും വോട്ടർമാരെ കാണുകയാണ്. മധ്യകേരളത്തിലെ വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.